എല്ലാവർക്കും നമസ്കാരം. 1 യോഹന്നാൻ 4:4, അതായത് യോഹന്നാൻ എഴുതിയ ലേഖനം ഒന്നാം ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം, അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എന്ന് വെച്ചാൽ നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്ന് പറയുമ്പോൾ ദൈവം നമ്മളുടെ ഉള്ളിൽ എന്തിനെയാണ് തന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മളുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളുടെ ഉള്ളിൽ തന്നപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു വിലയാണ് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ദൈവത്തിൻ്റെ ആത്മാവ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പോൾ ലോകത്തിൽ എന്ത് വ്യാപരിക്കുന്നുണ്ട്? ഒരു അശുദ്ധ വ്യാപാരം, ഒരു ദുരാത്മാവുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും, അല്ലേ? പോസിറ്റീവ് എനർജിയെ നമ്മൾ പറയുന്നു നമ്മളുടെ പരിശുദ്ധാത്മാവാം ദൈവം. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി എന്താണ്? അതാണ് പൈശാചിക ശക്തി, അല്ലേ? അപ്പോൾ ഈ പൈശാചിക ശക്തിയെ കഴിഞ്ഞ് വലിയവനാണ് ആര്? നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇത് എന്തിനായി വചനം ഇത്ര ആധികാരികമായി നമ്മളോട് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ആ ഒരു ശക്തിയെക്കുറിച്ച്, അതായത് ദൈവത്തിൻ്റെ ശക്തി ലോകത്തിലുള്ളതിനെ കഴിഞ്ഞ് വലിയതാണ് എന്ന് നമ്മളോട് ഉറപ്പിച്ച് പറയുവാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മൾ ലോകത്തിലുള്ളവനെ ഭയപ്പെടേണ്ട. പക്ഷേ നമ്മൾ ഈ ഭയപ്പെടാതെ ഇരിക്കണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി പരിശുദ്ധാത്മാവാം ദൈവത്തെ നമ്മളുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിൻ്റെ മേൽ, ഒരു ക്രിസ്ത്യാനിയുടെ മേൽ ദൈവം എന്ത് പകർന്നിട്ടുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടുണ്ട്. ഇനി ഈ പരിശുദ്ധാത്മാവിനെ പകർന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് തോന്നുന്നത് പോലെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് അവിടെ തന്നെ സ്വസ്ഥമായിട്ടിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ ഇല്ല, അല്ലേ? ഒരു ആത്മീയർക്ക് അത് മനസ്സിലാകും. ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇരിക്കുവാൻ പറ്റിയ വാസസ്ഥലമല്ല എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കത്തില്ല, നമ്മളിൽ ക്രിയ ചെയ്യത്തില്ല എന്നും ഏതൊരു സൺഡേ സ്കൂൾ കുഞ്ഞിനോട് ചോദിച്ചാലും അവർക്കത് പറയുവാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്താണ്? ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം. അതായത് ദൈവവുമായിട്ട് കണക്റ്റ് ആയിരിക്കണം, റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാണ് റീചാർജ് ചെയ്യുന്നത്? ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഇങ്ങനെ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കണം. അത് കുറഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടത്, അത് വർദ്ധിച്ചു കൊണ്ടിരിക്കണം. അത് വർദ്ധിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ലോകത്തിലുള്ള ദുരാത്മശക്തിയെ ജയിക്കുവാൻ നമ്മൾക്ക് കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളൊരു സാധാ മനുഷ്യരാണ്. നമ്മൾക്ക് എന്ത് പറ്റത്തില്ല? ലോകത്തിലുള്ള ദുരാത്മശക്തിയെ ജയിക്കുവാൻ നമ്മൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളിൽ ക്രിയ ചെയ്യുവാനും നമ്മളിൽ വസിക്കുവാനും പറ്റിയ ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ ഒരു വാസസ്ഥലമായിരിക്കണം നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കൈവിഷത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു, അല്ലേ? അപ്പോൾ അതിനകത്ത് പലരും ഒത്തിരി വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും ഇതുപോലെയുള്ള ദുരനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്, ചിലർ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ നമ്മളിൽ എന്തുണ്ടാകണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. ഈ പരിശുദ്ധാത്മാവിനാലല്ലാതെ നമ്മൾക്ക് ഈ ലോകത്തിലുള്ള ഒന്നിനെ ജയിക്കുവാൻ നമ്മൾക്ക് കഴിയത്തില്ല. നമ്മൾക്ക് സ്പെഷ്യൽ ആകുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് സ്പെഷ്യൽ ആകുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ മാറണമെങ്കിൽ എന്തുണ്ടാകണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയും. ഈ ലോകത്തിലുള്ള എന്ത് കാര്യങ്ങൾ എടുത്താലും ഒന്നിനെ നമ്മൾ കീഴടക്കണമെങ്കിൽ നമ്മളുടെ ഇപ്പറയുള്ളത് എന്തായിരിക്കണം? അതിനെ കഴിഞ്ഞും ശക്തി ഉള്ളതായിരിക്കണം, അതിനെ കഴിഞ്ഞും ബലമുള്ളതായിരിക്കണം. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. 2 മല്ലന്മാർ തമ്മിലുള്ള യുദ്ധം ചെയ്യുകയാണ്. എന്നുവെച്ചാൽ മല്ലന്മാർ തമ്മിലൊരു നമ്മൾക്കറിയാം, ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാകണം? ഈ ഒരു ഭാഗത്തുള്ളവൻ്റെ ശക്തി കൂടുതലാണെങ്കിൽ മാത്രമേ മറുഭാഗത്തുള്ളതിനെ ജയിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടും ഒരേ ബലത്തിലാണെങ്കിൽ എന്താണ്? അതിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അത് ഒരിക്കലും സ്റ്റോപ്പ് ആകത്തില്ല, അല്ലേ? ഇനി ഒന്നിനെ കഴിഞ്ഞും കുറവാണെങ്കിലോ ആ കുറവുള്ളതിനെ എന്ത് ചെയ്യും? ആ കൂടുതലുള്ളത് ജയിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ അനുനിമിഷം വർദ്ധിച്ചു കൊണ്ടേയിരിക്കണം. അതിങ്ങനെ നമ്മൾ വർദ്ധിപ്പിക്കണം. എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത്? നമ്മളുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മളുടെ ആരാധന കൊണ്ട്, നമ്മളുടെ വചന ധ്യാനം കൊണ്ട്, പിന്നെ നമ്മളുടെ നല്ല നടപ്പ് കൊണ്ടൊക്കെ എന്താണ്? നമ്മൾ നമ്മളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ശക്തി നമ്മളുടെ മേൽ വർദ്ധിച്ചു വന്നു കഴിയുമ്പോഴേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ പൈശാചിക മണ്ഡലത്തെ ജയിക്കുവാനായിട്ട് നമ്മൾക്ക് പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പുഷ്ടി നിമിത്തം
നുകം തകർന്നു പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുഷ്ടി എന്താണ്? പുഷ്ടി എന്ന് വെച്ചാൽ ചില നുകങ്ങൾ തകരണമെങ്കിൽ അഭിഷേകത്തിൻ്റെ പുഷ്ടി നമ്മളിൽ ഉണ്ടാകണം. ചെറിയ അഭിഷേകം പോരാ, നല്ല അഭിഷേകം നമ്മളിൽ ഉണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? ഈ പൈശാചിക മണ്ഡലത്തെ ജയിക്കുവാനായിട്ട് നമ്മൾക്ക് പറ്റത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതിന് നമ്മൾ അവിടെയും ഇവിടെയും ഒന്നും ഓടേണ്ട കാര്യമില്ല. നമ്മളിൽ തന്നെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഇനി ആ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ പറ്റിയ വാസസ്ഥലമാണോ എന്നും പരിശോധിക്കേണ്ടതും, അല്ലെങ്കിൽ അതിന് വസിക്കുവാൻ പറ്റിയൊരു വാസസ്ഥലമാക്കി നമ്മളെ തന്നെ രൂപപ്പെടുത്തി എടുക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മനുഷ്യരാണ്, നമ്മളിൽ കുറവുകളുണ്ടാകും, പോരായ്മകളുണ്ടാകും. നമ്മൾക്ക് കാലാകാലം ഒരേ സ്റ്റാൻഡിൽ ജീവിക്കുവാനൊന്നും നമ്മൾക്ക് പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയതൊക്കെ ഏറ്റുപറഞ്ഞ് അന്യനിമിഷം അല്ലേ ദൈവത്തിൻ്റെ ആ ഒരു എന്താ പറയുക തിരുരക്തത്തിൻ്റെ കഴുകലും നമ്മൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ഇനി എന്താണ്? എന്നിട്ട് പിന്നെ ഇങ്ങനെ എപ്പോഴും പാവം ചെയ്യുക, ഏറ്റുപറയുക, പാവം ചെയ്യുക, ഏറ്റുപറയുക, ഇതിങ്ങനെ തന്നെ അങ്ങ് തുടർന്നു കൊണ്ടിരുന്നാൽ ഒരു പക്ഷേ എന്താണ്? ദൈവം പോലും നമ്മളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കും. ദൈവം നമ്മളിലൊന്നും പ്രവർത്തിക്കാതിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഒന്ന് തിരിച്ചറിയണം അല്ലേ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഒന്ന് അറിയണം അല്ലേ. നമ്മളുടെ കുറവുകളൊക്കെ മറ്റുള്ളവരെ കഴിഞ്ഞ് നന്നായിട്ട് അറിയുന്നത് നമ്മൾക്കല്ലേ. നമ്മൾ പുറമെ വെള്ളയും ഒക്കെ ഇട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് നടന്നാലും എന്താണ്, മറ്റുള്ളവർ കാണുന്നവർ ചിലപ്പോൾ നമ്മളെ വിശുദ്ധരാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ നമ്മൾക്കറിയാം നമ്മളുടെ ഉള്ളിൽ പോരായ്മകളുണ്ട്, എന്തൊക്കെ കുറവുകൾ നമ്മളുടെ ജീവിതത്തിലുണ്ടെന്ന് നമ്മൾക്കറിയാം. നമ്മൾ എന്ത് ചെയ്യണം? അത് ദൈവത്തോട് അനുനിമിഷം ഏറ്റുപറഞ്ഞ് നമ്മൾ അത് ദൈവമേ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു ചിന്ത എന്നെ ഇങ്ങനെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന കർത്താവെ, അതിൻ്റെ നിന്നും ഒന്ന് എടുത്തു മാറ്റണമേ എന്നും നമ്മൾ ദൈവത്തോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സ്വഭാവത്തെ അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്തതൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോയിട്ട് നമ്മളെ നല്ലൊരു മാനപാത്രങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അതുകൊണ്ട് കുറവുകളിൽ തന്നെ ജീവിക്കുവാനല്ല, ആ കുറവുകളെ ഒന്ന് നികത്തി കർത്താവെ അങ്ങേക്ക് പറ്റിയൊരു മാനപാത്രമാക്കി എന്നെ ഒന്ന് മാറ്റിയെടുക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ മാറ്റിയെടുക്കും. കാരണം നമ്മൾ ചിലതിനൊക്കെ തയ്യാറായിട്ട് നമ്മൾ കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ദൈവത്തിന് നമ്മളിൽ ക്രിയ ചെയ്യുവാൻ, നമ്മളിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് പറ്റും, ദൈവത്തിന് സാധിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അല്ലാതെ നമ്മളുടെ കുറവുകളെ കണ്ടുണരാതെ ദൈവത്തോട് ദൈവമേ എനിക്ക് അത് താ, ഇത് താ, ശക്തി താ, പരിശുദ്ധാത്മാവിനെ താ എന്നൊക്കെ പറഞ്ഞാലും ഒന്നും സംഭവിക്കത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളൊന്ന് ഏറ്റുപറയണം അല്ലെ. ഏറ്റുപറഞ്ഞ് നമ്മളൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ ദൈവം എന്താണ്? നമ്മളുടെ കുറവുകളെയൊക്കെ നീക്കി നമ്മളെ എന്താ പറയുക നല്ലൊരു തുരുത്തിയാക്കി ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോടൊന്ന് നമ്മളുടെ കുറവുകളെയൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞും നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ നമ്മൾ പ്രത്യേകമായിട്ടും പരിശ്രമിക്കണം. അല്ലാതെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ, ഇനിയുള്ളതല്ല അതിന് മുൻപേ ഉള്ളതിനാണെങ്കിൽ പോലും എന്താണ്, എന്നാൽ ഇനി വരാൻ പോകുന്നത് കുറച്ചും കൂടി കാഠിന്യമേറിയ ഒരു ജീവിത പാന്താവിലോട്ടാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറയണം. അതില്ലാതെ നമ്മൾക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല കേട്ടോ. കാരണം കുറേ വചനം പറഞ്ഞതുകൊണ്ടും ആയില്ല. ഈ വചനത്തിന് എന്താണ്? വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യണം. എന്നാലേ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കത്തുള്ളൂ, നമ്മൾ പറയുമ്പോൾ അതിന് ശക്തി ഉണ്ടാകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? പരിശുദ്ധാത്മാവിന്. ഇതിന് മുന്നേ ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ പ്രാധാന്യം അധികമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമതായിട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ഒന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞും അതിനെ ഒന്ന് ഉപേക്ഷിക്കുവാൻ ദൈവത്തോട് നമ്മളൊന്ന് കൃപ ചോദിക്കുക. ഒന്നും. രണ്ടാമത് ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അന്യനിമിഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശക്തി നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾക്ക് ലോകത്തിലുള്ളവനെ ജയിക്കുവാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ അവൻ നമ്മൾക്കെതിരെ ഒരുക്കുന്ന എല്ലാ തന്ത്രങ്ങളെ, ഏത് കൈവിഷങ്ങളെ, ഏത് മന്ത്രവാദങ്ങളെ, ഏത് കൂടോത്രങ്ങളെ, ഏത് എതിർപ്രാർത്ഥനകളെ, ഏത് ആഭിചാര ബന്ധനങ്ങളെ എല്ലാത്തിനെയും തകർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മാത്രം മതിയാകും. അതുകൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവമേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. പുഷ്ടി നിമിത്തം ചില നുഖങ്ങളൊന്ന് തകർന്ന് മാറത്തക്കവണ്ണം കർത്താവേ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ പുഷ്ടി എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് നമ്മൾ അനുനിമിഷം പ്രാർത്ഥിക്കുക. ഈ പുഷ്ടി, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ നുഖങ്ങളും തകർന്നു മാറും.
എല്ലാ മന്ത്രവാദ കെട്ടുകളും എല്ലാ രോഗബന്ധനങ്ങളും സകലതും പൈശാചികൻ എന്തൊക്കെ നമ്മൾക്കെതിരെ ഒരുക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ മേൽ കൊണ്ടിട്ടിട്ടുണ്ടോ അതിനെയെല്ലാം തകർത്ത് കളയുവാൻ എന്തുമാത്രം മതി? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മാത്രം മതി എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ വചനം റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്താണ്? നമ്മളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, ശക്തനാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് നമ്മളുടെ ഉള്ളിൽ ആരാ ഉള്ളതെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. കാരണം രണ്ടുപേരും കടന്നു വരും. ഏതാണ്? നമ്മൾ പരിശുദ്ധാത്മാവിന് പറ്റിയ വാസസ്ഥലമാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടാകും. എന്നാൽ ദുരാത്മാവിന് പറ്റിയ വാസസ്ഥലമാണെങ്കിൽ അവിടെ ആര് കയറിയിരിക്കും? ദുരാത്മാവ് കയറിയിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നിമിഷം കർത്താവേ അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമേ, ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ തരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അഭിഷേകത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, അഭിഷേകത്തിൻ്റെ പുഷ്ടി എനിക്ക് തരുമാറാകണമെന്നും നമ്മൾ വില മുടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണമെന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ഇരിക്കേണ്ടടുത്ത് ഫാസ്റ്റിംഗ് ഇരുന്നൊക്കെ നമ്മൾ അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പറയാറുണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫാസ്റ്റിംഗ് ഇരുന്ന് നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യണം. ഫാസ്റ്റിംഗ് ഇരിക്കുന്നത് എന്തിനാണ്? ചില നുഖങ്ങൾ തകരണം. ഈ നുഖങ്ങൾ തകരണമെങ്കിൽ എന്തിനാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വന്ന് നിറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ ആ ഒരു നമ്മളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളിൽ ക്രിയ ചെയ്യുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. സകല വിഷയങ്ങൾക്കും ദൈവം നമ്മൾക്ക് പരിഹാരം തരിക തന്നെ ചെയ്യും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.